കവരത്തി ദ്വീപിൽ നമുക്ക് അനുവദിച്ച സമയം എന്ന് പറയുന്നത് ഒരൊറ്റ രാത്രി മാത്രമാണ്. ആ കാണുന്നതാണ് അനാർക്കലിയിലെ ആ ഫേമസ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ്. നാളെ രാവിലത്തെ കവരത്തി ഷിപ്പിൽ നമുക്ക് തിരിച്ച് കൊച്ചിക്ക് കയറണം. അപ്പോൾ അതുവരെയുള്ള സമയം വെറുതെ കവരത്തി ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ കുളിച്ച് തൊട്ട് ഇവിടെ ജെട്ടിയിൽ വന്ന് കാത്തിരിപ്പാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് നമ്മുടെ പേരിലല്ല, വേറെ ആളുടെ പേരിലാണ്. അവർ ക്യാൻസൽ ചെയ്ത സമയത്ത് നമ്മളത് ബ്ലാക്കിന് വാങ്ങിച്ചതാണ്. ഇനി നമ്മുടെ പേര് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കഴിയുന്നവരെ കാത്തിരിക്കണം. യഥാർത്ഥത്തിൽ ലക്ഷദ്വീപുകാരുടെ ഒരു യാത്രാ ദുരിതം മനസ്സിലായത് ഇവിടെ നിന്നാണ്. ടിക്കറ്റ് ഇല്ലായ്ക, പിന്നെ പോരാത്തതിന് ദിവസം മാറുന്ന നടപടിക്രമങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. ഒടുക്കം നമ്മുടെ ടിക്കറ്റ് മാറ്റി കിട്ടി നമ്മൾ നേരെ ഷിപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 ദിവസം മുമ്പ് ഞങ്ങൾ ആന്ത്രോത്ത് ദ്വീപിൽ വന്നിറങ്ങിയ സെയിം ഷിപ്പാണിത്, കവരത്തി. ഈ മനുഷ്യൻ്റെ പേരാണ് റഹീം ക. ഇദ്ദേഹം കവരത്തിക്കാരനാണ്. ഇദ്ദേഹമാണ് നമുക്ക് കവരത്തി ദ്വീപിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത്. ടിക്കറ്റ് സെറ്റാക്കിയതും അതേപോലെ ടിക്കറ്റ് ഇപ്പം മാറ്റി തന്നതും ഒക്കെ ഇങ്ങനെയാണ്. നമ്മളെ ഒടുക്കം ഷിപ്പിൽ കയറ്റി നമ്മൾ സേഫാണെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പുള്ളി തിരിച്ചു പോയത്. വല്ലാത്തൊരു മനുഷ്യൻ. അങ്ങനെ ലക്ഷദ്വീപിൽ നമ്മളെ പെർമിറ്റ് കഴിഞ്ഞു, നേരെ ഷിപ്പിലോട്ട് കയറുകയാണ്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പ്രൊസീജിയർ കഴിഞ്ഞ ഷിപ്പ് കയറുമ്പോൾ സമയം 12 മണി. അങ്ങനെ ഷിപ്പ് അവിടെ നിന്ന് എടുത്തു. ഇനി അഗത്തി ദ്വീപിലൊരു ചെറിയ ഹോൾട്ട് ഉണ്ട്, അവിടെ നിന്ന് നേരെ കൊച്ചി. അങ്ങനെയാണ് യാത്രയുടെ ഒരു രൂപരേഖ. ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല മനുഷ്യന്മാരെയൊക്കെ സമ്മാനിച്ച ഈ ദ്വീപിനോട് നമ്മളങ്ങനെ ഒടുക്കം വിട പറയാണ്. അപ്പോൾ ഓക്കെ, ബൈ.